നമസ്കാരം. വരൂ വരൂ, ഇരിക്കൂ. സുഖല്ലേ എല്ലാവർക്കും? വല്യമ്പ്രാട്ടിയെ ഞാൻ കുറച്ച് നാൾ മുമ്പ് അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു. കുട്ടിക്കുള്ള വഴിപാട് ചെയ്യാനുള്ള തിരക്കിലായിരുന്നു. ഞാൻ കുറച്ച് അമ്പല ദർശനവും വഴിപാടുകളും പറഞ്ഞിരുന്നു. ആ തിരുമേനി, അമ്മ പറഞ്ഞിരുന്നു. പിന്നെ അതെല്ലാം മുടക്കം വരാതെ ചെയ്യുന്നുണ്ട്. ഉം, നല്ലത്. തിരുമേനി, ഞങ്ങളിപ്പോ വന്നത് ഉണ്ണിയുടെ ജാതകം നോക്കാനാ. അവന്റെ കല്യാണയോഗവും സമയമൊക്കെ ഒന്നറിയാൻ. എന്തു പറ്റി വിശ്വ അത്ര പെട്ടെന്ന്? തമ്പുരാട്ടി അന്ന് ഇതിനെ പറ്റിയൊന്നും സൂചിപ്പിച്ചിരുന്നില്ലല്ലോ. അത് തിരുമേനി, ഞങ്ങൾ ഈയിടെ ഉണ്ണിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പാലാട്ട് വൈദ്യരത്ന മഠത്തിലേക്ക് പോയിട്ടുണ്ടായി. അവിടുത്തെ ബ്രഹ്മദത്ത നമ്പൂതിരി നിർദ്ദേശിച്ചതാ. ഒരു കല്യാണം, വല്ല ഒരു കൂട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ ഈ അവസ്ഥയ്ക്ക് അത് നല്ലതാണെന്നാ അദ്ദേഹം പറഞ്ഞത്. പാലാട്ട് വൈദ്യരത്ന മഠം കേട്ടിട്ടുണ്ട്. ബ്രഹ്മദത്തിനെ പറ്റിയും. നിസ്സാരക്കാരനല്ല. എന്തെങ്കിലും അദ്ദേഹം മനസ്സിൽ കണ്ടു കാണും. എന്തായാലും നന്നായി. ഒരു കൂട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞ കുട്ടിയുടെ ഇപ്പോഴത്തെ മനോവിഷമം അങ്ങ് കുറഞ്ഞാലോ? നമുക്ക് നോക്കാം. ഈശ്വര. ഉണ്ണിയുടെ മംഗല്യയോഗം കാണുന്നത് ചിങ്ങം തൊട്ട് 1660 നാഴിക, അതായത് ഒരു അടുത്ത 2 മാസം കഴിഞ്ഞ. പക്ഷേ ചില ദോഷങ്ങളുണ്ടല്ലോ. പല വിഘ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്ര സരളമല്ല വിവാഹക്കാര്യം. പരിഭ്രമിക്കാതിരിക്കുക. നിങ്ങളുടെ മനോവിഷമം നമുക്ക് മനസ്സിലായി. നിശ്ചയമായും ഇതിനൊരു പോംവഴി കാണണമല്ലോ. ഒരു കാര്യം ചെയ്യൂ. കുട്ടിയുടെ ജാതകം ഞാൻ വിസ്തരിച്ചൊന്ന് നോക്കട്ടെ. എന്നിട്ട് തമ്പുരാനെ അറിയിക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കുട്ടികളുണ്ടെങ്കിൽ നോക്കിക്കോളൂ. ജാതകം ഒത്തുചേർന്നാൽ നമുക്ക് അതങ്ങ് നടത്താമല്ലോ. എന്തു പറയുന്നു? അങ്ങനെയാവട്ടെ തിരുമേനി. ഞങ്ങളെന്നാ അങ്ങനെയാവട്ടെ. വിശ്വേട്ടാ, ഇനി എന്താ ചെയ്യാ? വരട്ടെ, നോക്കാം. തവാ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്സേ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. എന്തു മിസ്സേ, ആകെ വല്ലാതെ? ഏയ്, അതൊന്നുമില്ല, ഒരു ചെറിയൊരു ക്ഷീണം. അത് അടുപ്പിച്ച് ക്ലാസ് ഉണ്ടായിരുന്നു. സോ കുറച്ച് ടയേർഡായി. ടൈം ടേബിളിന്റെ പ്രശ്നമല്ലേ? ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ ഹരിഹൻ സാറിന്റെ സബ്സ്റ്റിറ്റ്യൂഷനും. സാരില്ല, നമുക്കത് ഈ വീക്കിനുള്ളിൽ ഓക്കെ ആക്കാം. ഷെഡ്യൂള് പിന്നെ ഞാൻ കുറച്ച് ക്ലാസ് അടുപ്പിച്ച് വെക്കില്ല, അത് ഞാൻ പറയാം. മിസ് ടെൻഷൻ ആവണ്ട, നമുക്ക് ഈ വീക്കിനുള്ളിൽ അതൊക്കെ ഓക്കെ ആക്കാം. ഓക്കെ സർ. പിന്നെ ധൃതി പിടിച്ചൊന്നും ചെയ്യാൻ നിൽക്കണ്ട, സാവധാനം മതി. ഞാൻ ഓക്കെയാണ്. എന്നാ ഞാൻ. അല്ല, മിസ്സിന് ഇപ്പൊ ക്ലാസ് ഉണ്ടോ? ഉണ്ട് സർ, 7th. അതും കഴിഞ്ഞ പിന്നെ ലാസ്റ്റ് അവറേ ഉള്ളൂ, 8th. അടുപ്പിച്ച ക്ലാസ് ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ക്ലാസ് എക്സ്ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോ പോവാം. താൻ പിന്നെ എൻ്റെ അവർ വേണമെങ്കിൽ എടുത്തോളൂ, പോർഷൻസ് കവർ ആയില്ലെങ്കിൽ. അപ്പൊ ഒരു ഗ്യാപ്പ് കിട്ടുമല്ലോ, റെസ്റ്റ് എടുക്കുമോ? ഏയ്, അതൊന്നും കുഴപ്പമില്ല സർ, എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. എന്താ ടീച്ചറെ, ഹെൽപ്പ് സ്വീകരിക്കാൻ ഒരു മടിയുള്ള പോലെ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യണോണ്ട് ഇപ്പൊ എന്താ? മനുഷ്യന്മാരല്ലേ. എല്ലാം റോബോട്ടിക് ആയിട്ട് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഏയ്, അതുകൊണ്ടൊന്നല്ല സർ, എനിക്കിപ്പോ ശരിക്കും പ്രശ്നമില്ല, ഞാൻ ഓക്കെയാണ്. എനിക്ക് പ്രശ്നം ഉണ്ടാവുമ്പോൾ ഞാൻ പറയാം. താങ്ക് യു സർ, ഇങ്ങനെ ചോദിക്കാൻ തോന്നിയില്ലോ. ഞാനെന്നാ ചെല്ലട്ടെ, ഇനി നിന്ന് ലേറ്റ് ആവും. ശരിക്കും കുഴപ്പമില്ലല്ലോ അല്ലേ? ശരി, ഒക്കോ, ലേറ്റ് ആക്കണ്ട. ഓക്കെ സർ. സാറേ, ഞാനിവിടെ ക്ലാസ് എടുത്ത് ക്ഷീണിച്ചാ വരണേ. സാറിന് അത്ര നിർബന്ധമാണെങ്കിൽ വേണമെങ്കിൽ എന്റെ അടുത്ത ക്ലാസ് കയറിക്കോ, എനിക്കൊരു പ്രശ്നവും ഇല്ല. അയ്യോ, പൊന്നുമോന് പ്രശ്നമൊന്നുമില്ല അല്ലേ? എന്നാലേ എനിക്ക് പ്രശ്നമുണ്ട്. മര്യാദയ്ക്ക് ക്ലാസ്സിൽ പോടാ. അല്ല പിന്നെ. ഓ,
അല്ലേലും നമ്മുടെ വിഷമം കാണാൻ അവിടെ ആളില്ലല്ലോ. ഉം എനിക്ക് മനസ്സിലാവണുണ്ട്. ഉം കണ്ടുപിടിച്ചോളാം. നമസ്കാരം തമ്പുരാനെ. ആ, ആരേത്? ഭാസ്കരനോ? വാടോ വാടോ, ഇരിക്ക്. ആ, അല്ല, എന്താ തമ്പുരാനെ അത്യാവശ്യമായിട്ട് വിളിപ്പിച്ചേ? ആ, പറയാം. ഉം, ഇന്ദു, കുടിക്കാൻ എന്തേലും? ആ വിശ്വേട്ടാ, ഭാസ്കരേട്ടന് ചായയാണോ കാപ്പിയാണോ? ആ, എന്തായാലും കുഴപ്പമില്ല തമ്പുരാട്ടി. പക്ഷെ അധികം മധുരം ഇടണ്ട, ഷുഗർ ഉണ്ട്. ആ ശരി. ആ, ഭാസ്കര, പിന്നെ എന്തൊക്കെയുണ്ടോ വിശേഷം? തന്റെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു ഇപ്പോ? മൂത്തവന് ഇവിടെ അടുത്ത് ജോലി കിട്ടി തമ്പുരാനെ, ബാങ്കില്. പിന്നെ ഇളയത് പഠിക്കുക 10ല്. ആ, ഓ, ശരി ശരി. ആം, അപ്പൊ ഭാസ്കര, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ തന്നെ വിളിപ്പിച്ചത് എന്റെ മകനില്ലേ രുദ്രൻ. അവന് 2 മാസം കഴിഞ്ഞ കല്യാണ യോഗമായി. അപ്പോ അവന് വേണ്ടി നല്ലൊരു പെൺകുട്ടിയെ ആലോചിക്കാനായിരുന്നു. ആ, അത് തമ്പുരാൻ, ഉം, ഞാൻ വിശദമായിട്ട് തന്നോട് പറയാം. അപ്പോ കാര്യങ്ങളെല്ലാം ഭാസ്കരന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് വേണം അവന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരാൻ. ആ, വിശ്വേട്ടാ. ആ, ആ, വാ, ബാക്കിയെല്ലാം ഇതിന് ശേഷമാവാം. താനത് കുടിക്ക്. തമ്പുരാൻ പറഞ്ഞു വന്നതെല്ലാം എനിക്ക് മനസ്സിലായി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കൂട്ടൊക്കെ ഉള്ളത് നല്ലത് തന്നെയാ. ആ, പക്ഷേ തുറന്നു പറയുന്നുണ്ടെന്ന് തോന്നല്ലേ തമ്പുരാൻ? ആ, ഇവിടുത്തെ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നാട്ടുകാർക്ക് അറിയാലോ തമ്പുരാൻ. പിന്നെ അന്ന് കവലയിൽ നടന്ന തല്ലൊക്കെ അവിടെ ഒരു ചർച്ചാ വിഷയം തന്നെ ആയിട്ടുണ്ട്. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഉം, ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്തെങ്കിലും അവിവേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. ഏയ്, അതൊന്നും സാരമില്ലടോ. ഇതൊക്കെ തന്നെ താൻ പറയുള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. നിങ്ങളിങ്ങനെ വിഷമിക്കല്ലേ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ തമ്പുരാൻ. പറ്റിയ നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഉം, എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ആ, അങ്ങനെ ആവട്ടെ ഭാസ്കര. ശരി എന്നാ. ആ പ്രതീക്ഷയും പോയി അല്ലേ വിശ്വേട്ടാ? അയാൾ അന്വേഷിക്കാന്നല്ലേ പറഞ്ഞേ. നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും ജോനൊന്ന് വിളിക്കട്ടെ. എന്താടോ ഭാസ്കര, ബാലിന് തീ പിടിച്ച പോലെ ഓട്ടാണല്ലോ. ആ, ശേഖര, താനിത് എവിടെ പോയിട്ട് വരാടോ? ഞാൻ ആ നെല്ലിക്കുന്നിന്റെ രണ്ടാമത്തെ വഴിയുടെ അപ്പുറത്തെ സ്ഥലമില്ലേ? ഏത്? ആ ചായക്കടയുടെ അപ്പുറത്തെ, ആ അതന്നെ. അവിടെ സ്ഥലം നോക്കാൻ വരുന്ന ഒരു പാർട്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി. അവിടേക്ക് ഒന്ന് വെച്ച് പിടിച്ചു. നല്ല കമ്മീഷൻ തട്ടാണ് സംഭവമാണേ. ഏ, അപ്പൊ തനിക്ക് ഇന്ന് ടെക്സ്റ്റൈൽസിൽ പോണ്ടേ? ആ, വേണം. ഉച്ച കഴിഞ്ഞിട്ടാ കയറണ്ടേ. രാവിലെ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട്, എമർജൻസി ആന്നൊക്കെ പറഞ്ഞിട്ടോ ലീവ് കിട്ടിയത്, ഹാഫ് ഡേ. ഇങ്ങനെ ഒരു കോൾ ഒത്തു വന്നപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല. എടോ ശേഖര, തനിക്ക് ആ ടെക്സ്റ്റൈൽസിൽ നിന്ന് നല്ല തരക്കേടില്ലാത്ത ശമ്പളം കിട്ടുന്നുണ്ടല്ലോ. അതിന്റെ ഇടയ്ക്ക് എന്തിനാ ഇമാതിരി പണി? അതും പോട്ടേന്ന് വെക്കാം, പക്ഷെ ആളെ കൊല്ലുന്ന റേറ്റിലല്ലേ താൻ കമ്മീഷൻ വാങ്ങണേ. ആ, ഇയാൾ ഇതെന്തൊരു മാതിരി. എടോ, ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒന്ന് രണ്ട് ബിസിനസ്സുകൾ കൈത്താങ്ങായി വേണം. അതുമാത്രല്ല, അതിന് കുറച്ച് തരികിട കാണിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് താൻ എന്തേലും ചെയ്യും. അല്ല, ഇയാളിപ്പോ ദേ എവിടെ പോയിട്ട് വരിക? ആ, അത് ഞാൻ ആ മംഗലശ്ശേരി തറവാട് വരെ ഒന്ന് പോയതാ, തമ്പുരാൻ വിളിച്ചിട്ട്. അവിടുത്തെ ആ ചെക്കനില്ലേ, ആ തമ്പുരാന്റെ മോൻ, അതിനു വേണ്ടിയിട്ട് നല്ലൊരു പെൺകുട്ടീനെ അന്വേഷിക്കാനായിട്ട് തമ്പുരാനും തമ്പുരാട്ടിയും പറഞ്ഞു. ഇനി അത് നോക്കണം.
ഏത്? അവിടുത്തെ ആ പ്രാന്തൻ ചെക്കനാ? ആ, ഇയാളിതെന്തൊരു മാതിരി. ആ, അതന്നെ. അല്ല, അവരൊക്കെ വലിയ പമ്പൻ പാർട്ടികളല്ലേ? അവര് മനസ്സ് വെച്ച കൊമ്പത്തുനിന്ന് കിട്ടുമല്ലോ ആലോചനയൊക്കെ. എന്നിട്ട് എന്താ അവര് തന്നോട് പറഞ്ഞേ? ഓ, എനിക്ക് കുറച്ച് സിക്കില് തടയണ കേസായോണ്ട് തനിക്ക് പിടിക്കണില്ലായിരിക്കും അല്ലേ? ആ, അതല്ലടോ ഞാൻ പറഞ്ഞത്. അവരെ പോലെയുള്ള വലിയ പണക്കാർ ടീംസൊക്കെ ഒന്നെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ ബിസിനസ് കുടുംബത്തിൽ നിന്നൊക്കെ അല്ലേ പെണ്ണിനെയും കൊണ്ട് വരിക. ഞാൻ അത് ഉദ്ദേശിച്ച പറഞ്ഞേ. ആ, അത് തനിക്ക് ഈ മംഗലശ്ശേരി വിശ്വനാഥ വർമ്മേനെയും കുടുംബത്തിനെയും ശരിക്കും മനസ്സിലാവാഞ്ഞിട്ടാ. അവർ ഈ പണത്തിനും പ്രതാപത്തിനും ഒന്നുമല്ല മുൻതൂക്കം കൊടുക്കണേ, കുടുംബ മഹിമയ്ക്കും സ്വഭാവത്തിനോ. പിന്നെ ഈ ഇട്ടവട്ടത്തു നിന്നൊക്കെ ആവുമ്പോ ആ ചെക്കന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്ന പെൺകുട്ടി ആവുമല്ലോ. അതായിരിക്കും. തന്നോട് ഇനി സംസാരിച്ചെന്ന് എന്റെ വായിൽ വെള്ളം വറ്റും. എനിക്കിനി പോയിട്ട് വേറെ രണ്ട് കൂട്ടുകാരുടെയും കൂടി കാര്യങ്ങൾ ശരിയാക്കാനുള്ളതാ. അപ്പൊ ശരിയിടും എന്നാ, പിന്നെ കാണാം. ഞാൻ എന്നാ ചെല്ലട്ടെ അങ്ങോട്ട്. ആ, ആടോ, പിന്നെ കാണാം. നിങ്ങൾക്ക് എന്താ പറ്റിയ മനുഷ്യ? വന്നപ്പോ തൊട്ട് നിലാവ് തഴിച്ചു വിട്ട കോഴിയെ പോലെയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നേരമായി കിടന്ന് നടക്കുന്നു. എന്താ കാര്യം? ആ, നീ ഇങ്ങോട്ട് വാ, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ഉം എന്താ? ആ, ഞാൻ ഇന്ന് വരണ വഴിക്ക് ആ ബ്രോക്കർ ഭാസ്കരനെ ഒന്ന് കണ്ടു. അയാൾ ഒരു കാര്യവും പറഞ്ഞു. അതിലൊരു കച്ചിത്തുരുമുണ്ട് മോളെ. അതി പിടിച്ച് കേറിക്കഴിഞ്ഞ നമ്മൾ ഒരു കരയ്ക്ക് എത്തും. നിങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാണ്ട് കാര്യം എന്താന്ന് കറക്റ്റ് ആയിട്ട് പറ മനുഷ്യ. എടി, അയാൾ ഇന്ന് പോയതേ ആ മംഗലശ്ശേരി തറവാട്ടിലേക്ക്. മംഗലശ്ശേരി ആ വിശ്വനാഥ വർമ്മയില്ലേ, അയാളുടെ മോന് വേണ്ടിയിട്ട് ആലോചിക്കാൻ. ആ, ആ പ്രാന്തൻ ചെക്കനില്ലേ, ആ, അവന് വേണ്ടിയിട്ട്. അപ്പോ ഈ കല്യാണാലോചന ഇയാളെയാണ് ഏൽപ്പിച്ചത്. ആ, അതിന്? എന്റെ സുമതി, ഈ മംഗലശ്ശേരി ഗ്രൂപ്പുകാര് ആരാന്നാ നിന്റെ വിചാരം? കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളവരാ. പോരാത്തതിന് കുടുംബസ്വത്ത് വേറെയും. അവിടേക്ക് ഈ ഇട്ടവട്ടത്തുനിന്ന് ഒരു പെണ്ണിനെ അങ്ങോട്ട് കെട്ടിക്കൊണ്ടു പോവാന്ന് വെച്ചാൽ ആ പെണ്ണിന് ബമ്പർ ലോട്ടറി അടിച്ചതിന് തുല്യ. നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാൽ വിളിച്ച് പറ മനുഷ്യ, ഇനി വളഞ്ഞു മൂക്ക് പിടിക്കാതെ. എടി, എന്തുകൊണ്ട് ആ ചെക്കന് വേണ്ടി നമ്മുടെ മോളെ ആലോചിച്ചൂടാ? ഉം? അല്ല, ഞാൻ അറിയാൻ മേലാണ്ട് ചോദിക്കാം. നിങ്ങളുടെ തലയ്ക്ക് വല്ല അടിയും കിട്ടിയ? അല്ല, എന്ത് ധൈര്യത്തില്ല നിങ്ങൾ ആ പ്രാന്തി ചെക്കൻ്റെ അടുത്ത് എന്റെ കൊച്ചിനെ പറഞ്ഞേക്കാൻ നിൽക്കണേ? ആ കവലയിൽ നിങ്ങൾ ഉണ്ടായിരുന്നു തന്നെയല്ലേ? പോരാത്തതിനൊരു കത്തിക്കുത്തി കേസിന് അങ്ങടെ ആ ചെക്കൻ ജയിലിലും കിടന്നിട്ടുണ്ട്. ഉം, ഞാൻ ഒന്നും പറയുന്നില്ല. എടി, അതാ ചെക്കന്റെ അനിയത്തി കൊച്ചിനെ അങ്ങോട്ട് ഉപദ്രവിക്കാൻ ചെന്നോരെയാ അവനിട്ട് പണിതത്. അല്ലാണ്ട് വേറൊന്നുമില്ല. പിന്നെ ഈ ഭ്രാന്തൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് മാറിക്കോളും. പോരാത്തതിന് ഈ ചെക്കന് ഏതോ പേര് കേട്ട വൈദ്യശാലയില് ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്നുണ്ട് ഇവര്. ഞാനത് എന്റെ ഭാഗത്തുനിന്ന് രഹസ്യ ഒരു അന്വേഷണം നടത്തിയതാ. നീ ഏതായാലും മോളോട് ഇത് സൂചിപ്പിച്ചു നോക്ക്. ഞാൻ എങ്ങനെയെങ്കിലും ഇത് സമ്മതിപ്പിക്കാം. ഇത് കിട്ടിക്കഴിഞ്ഞ അവളുടെ ഭാഗ്യാണ്. നീ ഇതിന് തടസ്സം നിൽക്കല്ലേ. എന്നാലും ഒരെന്നാലും ഇല്ല. ആദ്യം നീ പോയി ഇതൊന്ന് സൂചിപ്പിച്ചു നോക്ക്. അത്താഴത്തിന് ശേഷം ഞാൻ ഒന്നുകൂടി പോയി പറയാം. ഉം? ശരി, നീ ഇപ്പൊ ചെല്ല്. ഉഫ്, എന്തൊരു നശിച്ച തിരക്ക്. ആ, എടി, എനിക്ക് കുറച്ച് പച്ചക്കറി വാങ്ങാണ്ട്, നിനക്ക് പോയിട്ട് തിരക്കുണ്ടോ? ഏയ് ഇല്ലടി, ഞാനും വരാം. എനിക്ക് കുറച്ച് പേടിക്കാണ്ട് വീട്ടിലേക്ക്. ആ, എന്നാ വാ. എന്താ മാളു, വയ്യേ നിനക്ക്? ഏയ് ഇല്ലടി, ചെറിയൊരു ക്ഷീണം. ഇന്ന് കുറച്ച് വർക്ക് കൂടുതലായിരുന്നേ. കുറെ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യാനും പിന്നെ ക്ലാസ് അടുപ്പിച്ചുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചു അത്. പിന്നെ അവിടെ വെച്ചൊന്നും പറയാത്തതാ. എന്തായാലും ഞാൻ അച്ഛമ്മനോട് പറഞ്ഞിട്ടുണ്ട്. നീ പേടിക്കണ്ട, ഒരാഴ്ചത്തേക്കുള്ള അവരെ റെഡിയാക്കി തരും. അത് കുഴപ്പമില്ലടി, ഇതെന്റെ ജോലിയല്ലേ. പിന്നെ കുറച്ചിങ്ങനെ അടുപ്പിച്ച് വന്നതുകൊണ്ട് ഇച്ചിരി പ്രശ്നം വന്നു എന്നുള്ളത് ശരിയാ. അത് ഞാൻ അന്ന് അവിടെ ഇരുന്നപ്പോൾ ദീപക് സാറും വന്ന് പറഞ്ഞു. പിന്നെ സാറത് റെഡിയാക്കി തരാമെന്നും പറഞ്ഞിരുന്നു. അത് പറഞ്ഞപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചു, ആ ദീപക് സാറിന് നിന്നോടൊരു പ്രത്യേക ചായ്വുള്ളത്. അതിപ്പോ ഒരു സംസാരം അവനുണ്ട്. എന്താ മോളെ, പിടി വീണോ മനസ്സില്?
നിനക്ക് എന്താ ശാലു? ആ സാർ എനിക്ക് വയ്യാണ്ടായപ്പോ ഒരു സഹായിയായിട്ട് വന്നതാ. അതിന് വേറെ അർത്ഥമൊന്നും കാണണ്ട. ആളെനിക്ക് നല്ലൊരു ഫ്രണ്ട് മാത്രം. ആ, പെണങ്ങല്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞതാ. വാ, നമുക്ക് എന്തായാലും പോയി 2 നാരങ്ങ വെള്ളം കുടിക്കാം. ആ, വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ട്. പിന്നെ 4 മണിക്ക് കഴിക്കാൻ എന്തേലും മേടിക്കാം. എന്നാ ഇത് പിടിക്ക്. ഏ, ഇതെന്തിനാ? ഇതെന്റെ കൊച്ചിന്. അവൻ എന്തായാലും 4 മണിക്ക് സ്കൂളിൽ വിട്ട് ക്ഷീണിച്ചല്ലേ വന്നിണ്ടാവാ. ഇതതിനെ കൊടുത്തേക്ക്. മോളെ, ഇതൊരു ശീലാക്കണ്ട. ഒന്ന് പോടി. ഉം. എന്തായി? നീ അവനോട് കാര്യം പറഞ്ഞോ? ഉം, ഞാനൊന്ന് സൂചിപ്പിച്ചു നോക്കി. ആദ്യം എതിർത്തു, പിന്നൊന്ന് അഴിഞ്ഞു. നിങ്ങൾ എന്തായാലും ചെന്നൊന്ന് പറഞ്ഞു നോക്ക്. മോളെ, ആ, അച്ഛാ. അമ്മ ഒരു കാര്യം സൂചിപ്പിച്ചില്ലേ? എന്താ മോളുടെ അഭിപ്രായം? അതച്ഛാ, ആ പ്രാന്തനെയൊക്കെ കെട്ടാന്ന് പറഞ്ഞ എന്ത് വിശ്വസിച്ചാ ഞാൻ? എന്റെ മോളെ, അവനങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. അത് ആ ചെക്കൻ്റെ അനിയത്തി കൊച്ചു മരിച്ചതിലുള്ള ഒരു ഷോക്കാ. അത് പിന്നെ അവനെ ദൂരെ ഇങ്ങോട്ട് ഒരു ആയുർവേദ സ്ഥലത്ത് പോയിട്ട് ചികിത്സിക്കണമുണ്ട്. അതൊക്കെ മാറാവുന്നേ ഉള്ളൂ. മോളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കല്യാണം കൊണ്ട് മോൾക്ക് ഗുണല്ലേ ഉള്ളൂ? മംഗലശ്ശേരി വിശ്വനാഥവർമ്മയുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തിന്റെ ഏക അവകാശിയാണവൻ. ഇവനെ മോള് കല്യാണം കഴിച്ചു കഴിഞ്ഞാ ആ സ്വത്തിന്റെ ഒക്കെ അവകാശി ആരാ? നീയും പിന്നെ നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കൊച്ചുമല്ലേ? നിനക്ക് പിന്നെ അവിടെ സർവ്വ അധികാരമാണ്. രാജയോഗം. നിനക്കൊരു രാജ്ഞിയായി വാഴ അവിടെ. എന്നാലും അച്ഛാ. മോള് അധികം ഒന്നും ആലോചിക്കണ്ട. നിനക്ക് കിട്ടാൻ പോകുന്ന നേട്ടത്തിനെ പറ്റി ആലോചിക്കേ. സമ്മതം പറ മോളെ, നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ. ശരി, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? ഞാനിപ്പോ ഇതിന് സമ്മതം പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ. അവർക്ക് നമ്മളെ ഇഷ്ടാണ്ടേ? അതൊന്നും ഓർത്ത് മോള് പേടിക്കണ്ട. ഒന്നാമതേ ആ പ്രാന്തൻ ചെക്കൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് വേറെ ആരും അതിനെ കെട്ടാൻ പോണില്ല. പിന്നെ അതിന്റെ പ്രാന്തൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞ് അടങ്ങിക്കോളും. എന്താ ചെയ്യണ്ടേന്ന് ഞാൻ നിങ്ങൾക്ക് വഴി പറഞ്ഞുതരാം. കുറച്ച് നല്ല പിള്ളയായിട്ടൊക്കെ അഭിനയിച്ച് നിൽക്കണം. എന്നാലേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റൂ. എന്തായാലും ഞാൻ നാളെ ആ ഭാസ്കരനെ ഒന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് ബാക്കി തീരുമാനിക്കാം നമുക്ക്. മോളെന്തായാലും പോയി കിടന്നോ. ചെല്ല്. ശരി അച്ഛാ. നിങ്ങൾ എന്താ മനുഷ്യാവല്ലോ മനസ്സിൽ കണ്ടുണ്ടോ? ആദ്യം നമുക്ക് ആ ഭാസ്കരനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. എന്നിട്ട് വേണം. അയാള് വഴിയേ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. നോക്കാം. ഈശ്വര. ആരിത്? കുറച്ചു ദിവസമായി കണ്ടില്ലല്ലോ ഇങ്ങോട്ടേക്ക്. ആ, അത് തിരുമേനി, മോന് വേണ്ടിയിട്ട് ചികിത്സക്കായിട്ട് കുറച്ച് ദൂരേക്ക് പോകേണ്ടി വന്നേ. അപ്പോ സ്ഥലത്തുണ്ടായിരുന്നില്ല. ആ, ശരി ശരി. എന്നിട്ടിപ്പോ എന്തായി കുട്ടിയുടെ കാര്യം? ചികിത്സ തുടങ്ങണേ ഉള്ളൂ. പിന്നെ പറയത്തക്ക മാറ്റമൊന്നുമില്ല. വിഷമിക്കാതിരിക്കൂ കുട്ടി. എല്ലാം നല്ലതിനെ വരൂ. കേട്ടിട്ടില്ലേ? അപേക്ഷിക്കുന്നവരെ ദൈവം പരീക്ഷിക്കും. പക്ഷേ ഒരിക്കലും ഉപേക്ഷിക്കില്ല. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. പിന്നെ കുട്ടിക്ക് വേണ്ട വഴിപാടുകള് മുടക്കം വരാണ്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. തമ്പുരാൻ പറഞ്ഞിരുന്നു. ശരി, എന്നാ പ്രാർത്ഥിച്ചോളൂ. എന്നിട്ട് അവിടെ നിന്ന് പ്രസാദം വാങ്ങിച്ചോളൂ. ശരി തിരുമേനി. ഈശ്വര. അയ്യോ, എന്താ അമ്മേ? വാ, ഇവിടെ ഇരിക്കേ. അമ്മേ, പതുക്കെ. എന്ത് പറ്റി കുട്ടിയെ? അയ്യോ, എന്ത് പറ്റി മോളെ? അറിയില്ല, പെട്ടെന്ന് തല കറങ്ങിയിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ടമ്മേ? എനിക്ക് പ്രശ്നമൊന്നുമില്ല.
അത് പ്രഷറിന്റെ മോളെ. ഇന്നലെ വൈകിട്ട് തൊട്ട് തുടങ്ങിയതാ. രാവിലെ പിന്നൊന്നും കഴിക്കുകയും കുടിക്കുകയൊന്നും ചെയ്തൂല്ലതാ. ക്ഷീണം തോന്നുന്നു എനിക്ക് ഇത്തിരി. കുറച്ചേരം വിശ്രമിച്ചാ ശരിയാവും. അമ്മ ഒരു മിനിറ്റ്. കാത്തുമ്മേ ഒന്ന് നോക്കിക്കോണേ. എങ്ങട്ടാ മോളെ? ഞാൻ തപ്പ വരാം. ശരി മോൾ ചെല്ല്, ഞാൻ നോക്കിക്കോളാം. ഞാൻ തപ്പ വരാം. തമ്പുരാട്ടി കണ്ണടച്ചിരുന്നോളൂ, ആ തണലത്തോട്ട് നീങ്ങിരുന്നോളൂ. ഇത് തമ്പുരാട്ടി, ഇത് കുടിച്ചോളൂ, ആ ക്ഷീണൊക്കെ ഒന്ന് മാറട്ടെ. ഇതാ കാത്തോമ്മേ. എന്തിനാ കുട്ടി എനിക്ക് മേടിച്ചത്? സാരില്ല, അത് കുടിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട് തമ്പുരാട്ടി? വല്ല ബുദ്ധിമുട്ടും തോന്നുന്നുണ്ടോ? ഇപ്പൊ നല്ല ആശ്വാസം തോന്നുന്നുണ്ട് കുട്ടി. എന്തായാലും ഒരുപാട് നന്ദി. അല്ല, ഞാൻ ചോദിക്കാൻ വിട്ടു, മോളൊന്നും കുടിച്ചില്ലല്ലോ? എനിക്കൊന്നും വേണ്ട. ഞാൻ പെട്ടെന്ന് തലകറങ്ങി വീണപ്പോ പരിഭ്രമിച്ചു പോയി വല്ലാതെ. ഇനി എന്തേലും വേണോ, കഴിക്കാനോ മറ്റോ? ഒന്നും വേണ്ട, എനിക്കിപ്പോ നല്ല ആശ്വാസമുണ്ട്. കുറച്ചേരം കൂടി ഇങ്ങനെ ഇരുന്നാ മതി. കാത്തുമ്മയ്ക്ക് എന്തേലും വേണോ? എനിക്കൊന്നും വേണ്ട കുട്ടിയെ. എന്നാ ശരി, ഞാനേ ഈ ഗ്ലാസ് ഒന്ന് തിരിച്ച ചായക്കട കൊണ്ട് കൊടുത്തിട്ട് വരാം. ആരാ കാത്തുമ്മയത്? ആ മോളെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അത് മാടൂട്ടി, വൈകാന്ന പേര്. നമ്മുടെ ആ കൃഷി ഓഫീസില് ജോലി ചെയ്യണ മാധവനില്ലേ, ആളുടെ മൂത്ത മോള. ഒരു പാവം കുട്ടിയാ. ഈ അടുത്താ ഇങ്ങോട്ടേക്ക് വന്നത്. കുറച്ചു നാൾ മുമ്പ് വരെ ഏതോ ഒരു ബന്ധുവിന്റെ വീട്ടിലായിരുന്നു. ആർക്കും എന്ത് സഹായം വേണേലും ചെയ്യും. എനിക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോ പൈസക്ക് ബുദ്ധിമുട്ട് വന്നപ്പോ സഹായിച്ചിട്ടുണ്ട്. അതിന്റെ കയ്യിലുണ്ടോ ഇല്ലയോ ഒന്നും ആലോചിക്കില്ല. ആ മാധവനെ പോലെ തന്നെ. പറഞ്ഞിട്ടെന്താ, കൊച്ചിന്റെ ഒരു യോഗം. കല്യാണം എന്തൊക്കെയോ തടസ്സം കാരണം ദോഷോ അങ്ങനെ എന്തോ മറ്റോ ഇങ്ങനെ നീണ്ടു നിൽക്കുക. അതിന്റെ വിഷമം കണ്ടിരുന്നെങ്കി എന്റെ ഭഗവാനെ. ഈ കൃഷി ഓഫീസിലെ മാധവൻ എന്ന് പറയുമ്പോ ജീവൻ മോന്റെ ജീവനോ? സുഭദ്രയുടെ. അതന്നെ, ജീവൻ ശങ്കർ. നമ്മുടെ സുഭദ്രയുടെ മോൻ. സുഭദ്രയുടെ ചേട്ടന്റെ മോളാണത്, വൈഗ. തമ്പുരാട്ടിക്ക് അറിയോ? ജീവൻ എന്റെ ഉണ്ണിയുടെ കൂട്ടുകാരനല്ലേ, കണ്ണൻ. അവര് ചെറുപ്പം തൊട്ടേ കളിച്ചു വളർന്നവരാ. പറഞ്ഞ പോലെ അതും ശരിയാണല്ലോ. ഞാനതങ്ങ് മറന്നു. തമ്പുരാട്ടിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലോ? എങ്ങനെ തിരിച്ചു പോവാ? എനിക്ക് കുഴപ്പമൊന്നുമില്ല കുട്ടി, കാറുണ്ട്, എനിക്ക് അങ്ങനെ പോവാം. കാത്തോമ്മേ, ഞാനെന്നാ ചെല്ലട്ടെ. ശരി തമ്പുരാട്ടി, പിന്നെ എപ്പോഴെങ്കിലും കാണാം. ഞാൻ എപ്പോഴും പറയും കാത്തോമ്മോട് എന്നെ ഈ തമ്പുരാട്ടി തമ്പുരാട്ടി എന്ന് വിളിക്കല്ലേന്ന്. എന്നെ എന്റെ പേര് വിളിച്ചാ മതി. ശീലായില്ലേ കുട്ടി, ഇനി ഇത് മാറ്റാൻ ഒക്കില്ല. പിന്നെ മോളെ, ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഈ തമ്പുരാട്ടി തമ്പുരാട്ടി എന്നുള്ള വിളി വേണ്ട. മോളെ ആദ്യം എന്നെ വിളിച്ചില്ലേ, അതെന്നെ വിളിച്ചാ മതി. പിന്നെ എന്റെ ഈ കുട്ടിക്ക് ഞാനിപ്പോ എന്താ തരിക? ഒന്നും വേണ്ട തമ്പുരാട്ടി, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാ മതി. അവിടെ വരെ ഞാൻ കൊണ്ടാക്കണോ? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ചെല്ലാവുന്നേ ഉള്ളൂ. ശരി, മോളുടെ സമയവും ഞാൻ ചുറ്റിച്ചല്ലേ. അതൊന്നും സാരില്ല തമ്പുരാട്ടമ്മേ. എന്നാ ഞാൻ ചെല്ലട്ടെ. ശരി മോളെ, നന്നായി വരൂട്ടോ. ശരി കാത്തോമ്മേ, ഞാൻ പോവാണേ. ശരി കുട്ടിയെ. എന്തായി മനുഷ്യ പോയ കാര്യം? ഭാസ്കരൻ സമ്മതിച്ചോ? ആദ്യം സമ്മതിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ മോളുടെ കല്യാണം ഏകദേശം ഒന്ന് ഉറപ്പിച്ച മട്ടായിരുന്നു.
സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞ് ചെക്കനും വീട്ടുകാരും ഉടക്കിട്ടിട്ട് അത് മുടങ്ങിന്ന്. അപ്പൊ അയാൾക്ക് ഇത്തിരി വിഷമായി. പിന്നെ അയാളും ഒരു അച്ഛൻ തന്നെയല്ലേ. ഒരു മോളുടെ കല്യാണം മുടങ്ങിയ അച്ഛന്റെ വിഷമം എന്തായിരിക്കും എന്ന് തനിക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അയാൾ അതിൽ വീണു. പിന്നെ ഇതിന്റെ പേരില് മോള് നന്നായി വിഷമിച്ച് വീട്ടിലിരിക്കാന്നും കൂടിയും ഞാനൊന്ന് കൂട്ടിച്ചേർത്തു. അതില് മുഴുവനായിട്ട് അയാൾ അങ്ങ് നിലംപതിച്ചു. ആഹാ, നിങ്ങളാള് കൊള്ളാലോ. ആ പിന്നല്ലാതെ എങ്ങനെ അയാൾ എന്റെ പരിധിയിൽ കൊണ്ടുവരാനാ? അല്ല, അയാൾ എത്താപ്പ പറഞ്ഞേ? ആ അയാൾ ഇത് അവിടെ പോയി അവതരിപ്പിക്കാന്ന് പറഞ്ഞു. സമ്മതിച്ച ഇന്നോ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരും. ഏതായാലും ഒന്ന് ഒരുങ്ങിയിരിക്കണം. അല്ല, നീ ഇതിനൊപ്പം സമ്മതിച്ചോ? ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ഇനി എന്താലോചിക്കാനാടി? എനിക്കിതൊരു നല്ല അവസര. ഞാൻ നന്നായിട്ട് തന്നെ ആലോചിച്ചു. അയാളെ കെട്ടിക്കഴിഞ്ഞ ലൈഫ് സെറ്റിൽഡ് ആണ് മോളെ. അല്ല, അപ്പോ നിന്റെ മറ്റേ ആള് ശ്രീജിത്ത്, അയാളോട് എന്ത് പറയും? ആ, അത് ഞാൻ ആലോചിക്കാതിരുന്നില്ല. എന്ത് കള്ളം പറയുന്നു. പെട്ടെന്നൊന്നും ഒഴിവാക്കാൻ പറ്റില്ല അയാളെ. ആദ്യം ഈ കല്യാണം ഒന്ന് ഉറപ്പിക്കട്ടെ, എന്നിട്ട് വഴി ഒഴിവാക്കാം. അല്ലടി, നീ ഒഴിവാക്കുന്ന അയാള് വന്ന് പ്രശ്നം ഉണ്ടാക്കൂ? ആ, അതാ ഞാൻ പറഞ്ഞു വരണേ. എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ പറയണം. അല്ലാതെ അയാൾ എന്റെ തലേന്ന് ഒഴിഞ്ഞു പോവില്ല. നീ എന്തായാലും ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. അയാളെ കാണാൻ വലിയ തരക്കേടില്ലേലും ഭ്രാന്ത് മൂത്ത് കഴിഞ്ഞാൽ ചിലപ്പോ മേലും കീഴൊന്നും നോക്കില്ല. ഓരോ കഥകൾ കേട്ടിട്ട് തന്നെ ഉണ്ട് ഉടല് വിറക്കിയ. ഇല്ലടി, ഞാൻ എന്തായാലും ഉറപ്പിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടും ശ്രീജിത്തിനേക്കാളും ബെറ്റർ ഓപ്ഷൻ ഇയാൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ നീ ഇത് അയാളോട് ചെയ്യുന്ന ചതിയല്ലേ? ചതിയോ? ഇതെങ്ങനെ ചതിയാവും? സി, നമ്മുടെ ലൈഫില് പല ചോയ്സസ് ഉണ്ടാവും. അതിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ചൂസ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. പിന്നെ ഞാൻ ചതി എന്ന് പറയാനായിട്ട് ഇയാളെ കെട്ടിയിട്ട് വേറൊരാളുടെ കൂടെ പോകുന്നല്ലോ. സോ ഇതെനിക്ക് അത്ര വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. അതിനർത്ഥം ഞാൻ എന്തായാലും ഉറപ്പിച്ചു കഴിഞ്ഞു മോളെ. ഇനി എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും ശരി, മംഗലശ്ശേരി രുദ്രദേവ് വിശ്വനാഥൻ വർമ്മയും സുപ്രിയ ശേഖരനുമായിട്ടുള്ള വിവാഹം നടന്നിരിക്കും. നിങ്ങൾ കണ്ടോ? അയ്യോ മോനെ, ഉണ്ണി, എന്താ ഇത്? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഇപ്പോ എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ. എനിക്ക് ആരെയും കാണണ്ട, എനിക്ക് ആരെയും വേണ്ട, എനിക്ക് ആരെയും വേണ്ട. പോ പോ. അയ്യോ മോനെ, മോനെ ഒന്ന് എന്താണ് അത്? മോനെ, ഉണ്ണി, പ്ലീസ്, അമ്മ പറയുന്നൊന്ന് കേക്ക്. അമ്മയുടെ മോനല്ലേ. വേണ്ട, ആരൊന്നും പറയണ്ട. എനിക്കിപ്പോ ഒരു കല്യാണം വേണ്ട. എന്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഒരു പെണ്ണിന്റെ ജീവിതം തൊലയ്ക്കാനാണോ നിങ്ങളുടെ ഭാവം? മോനെ, അങ്ങനെയല്ല. അമ്മ പറയുന്നൊന്ന് അമ്മയുടെ കുട്ടി കേക്ക്. ഇനി അടുത്ത് വാ, അമ്മയുടെ അടുത്തിരിക്കും. ഇനി അമ്മ പറയുന്നത് അമ്മയുടെ കുട്ടി സാവധാനം ക്ഷമയോട് കൂടി കേക്ക്. എത്ര നാളെന്ന് വെച്ചിട്ടാ മോനെ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നീറി നീറി കഴിയണേ? പോയവര് പോയി, ഇനി തിരിച്ചു വരില്ല. അതിന്റെ പേരിൽ നീ ഇനി ഈ അച്ഛനമ്മേനെ വേദനിപ്പിക്കാനാണോ ഉദ്ദേശിക്കണേ? ഞങ്ങൾക്കും വിഷമില്ലെന്നാണോ ഓൻ വിചാരിച്ചിരിക്കുന്നേ? സമനില തെറ്റാണ്ട് നിൽക്കുന്നത് തന്നെ ഇനി നിന്നെയും കൂടി നഷ്ടപ്പെടുത്താൻ വയ്യാത്തോണ്ടാ. അതെന്താ മോനെ നീ മനസ്സിലാക്കാത്തെ? അന്ന് വൈദ്യര് പറഞ്ഞതൊക്കെ അമ്മ മോനോട് വന്ന് പറഞ്ഞതല്ലേ? ഒരു കൂട്ടൊക്കെ മോന് അത്യാവശ്യല്ലേ ജീവിതത്തിൽ ഏത് ഘട്ടത്തിലായാലും. നിന്റെ വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം
പങ്കിടാൻ ഒരു കൂട്ട് നല്ലതല്ലേ? മോനെ, നിന്നെ നിർബന്ധിച്ച് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് പ്രേരിപ്പിക്കല്ല. എല്ലാം നിന്റെ ഇഷ്ടത്തിനേ നടക്കുള്ളൂ. അമ്മ പറഞ്ഞു ഒന്ന് കേക്ക് നീ. എന്തായാലും ജാതകം ഒത്തുചേർന്ന് നിന്റെ സമ്മതവും കൂടി കിട്ടിയിട്ടേ വിവാഹം നടക്കുള്ളൂ. നിനക്ക് ഇഷ്ടപ്പെട്ട മാത്രം. മോനെ ഉണ്ണി, നിന്റെ ഏതവസ്ഥയിലും അച്ഛനമ്മയും മോന്റെ കൂടെ തന്നെ ഉണ്ടാവും. അതോർത്ത് മോൻ മനസ്സ് വിഷമിപ്പിക്കരുത്. മോന്റെ വിഷമമൊക്കെ അച്ഛന് മനസ്സിലാവും. പക്ഷെ നീ ഓർക്കേണ്ട ഒരാളുണ്ട്. ഇത്ര നാളും നിനക്ക് വേണ്ടി മാത്രം കണ്ണീര് പൊഴിച്ച് അമ്പലങ്ങളായ അമ്പലങ്ങളിൽ വ്രതം നോറ്റ് ജീവിക്കുന്ന നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ അമ്മ. അവളെയും കൂടി ഓർത്തിട്ടാവണം ഇനിയുള്ള നിന്റെ തീരുമാനം. നിന്നെ പഴയ പോലെ ഒന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് മോനെ നിന്റെ അമ്മയും നിന്റെ അച്ഛനും അച്ഛമ്മയും, പിന്നെ നിന്നെ സ്നേഹിക്കുന്നവരൊക്കെ. അതൊക്കെ മനസ്സിലാക്കിയാ നന്ദി. എനിക്ക് സമ്മതം. മോനെ, എനിക്ക് സമ്മതം. എന്താന്ന് വെച്ച് തീരുമാനിച്ചു. പിന്നെ ഞാൻ കണ്ടു ബോധ്യപ്പെട്ടിട്ട് മാത്രമേ വിവാഹത്തിന് ഉറപ്പ് കൊടുക്കാൻ പാടുള്ളൂ. വിശ്വേട്ടാ, അതൊക്കെ അത്രേ ഉള്ളൂ മോനെ. നിന്റെ സമ്മതം അത് നോക്കിയിട്ട് മാത്രമേ വിവാഹം നടക്കൂ. ഞാൻ എന്തായാലും അവരൊന്ന് വിളിച്ചു പറയട്ടെ. എന്റെ പൊന്നു മോൻ.